അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവരാണെങ്കിൽ എന്നെ ഇഷ്ടം വെക്കണം. എന്നെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യണം. ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം. യുഹ്ബിബുക്കുമുല്ലാഹ്, എന്നെ നിങ്ങൾ പിൻപറ്റുമ്പോ അല്ലാഹു നിങ്ങളെ പ്രിയം വെക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, വൈകല്യങ്ങളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്നത് നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രണ്ട് ലോകവും രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ആ ഇത്തിബായി എത്ര കണ്ട് ശക്തമാകുന്നുണ്ടോ അത്ര കണ്ടാണ് സഹോദരങ്ങളെ അടുപ്പമുണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റാതെ അല്ലാഹുവിലേക്ക് ചേരാൻ മറ്റൊരു മാർഗമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്യണം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇതിലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ. അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഏക വഴി സമ്പൂർണരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യലാണ്. എല്ലാ അർത്ഥത്തിലും അവിടുന്ന് അക്മലുൽ മഖ്ലൂഖാത്താണ്. സൃഷ്ടികളിൽ ഏറ്റവും വലിയ കമാലിയത്തുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമിന്റെ നിലക്ക് നോക്കുന്നുണ്ടോ? സൗന്ദര്യത്തിന്റെ നിലക്ക് നോക്കുന്നുണ്ടോ? ഗുണം ചെയ്ത സേവനത്തിന്റെ നിലക്ക് നോക്കുന്നുണ്ടോ? ഏതടിസ്ഥാനത്തിൽ വിലയിരുത്തി നോക്കിയാലും എല്ലാ നിലക്കും ഏറ്റവും വലിയ കമാലിയത്തുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അത്രക്ക് അല്ലാഹു തആല കമാലിയത്ത് നൽകിയ, മഹത്വം നൽകിയ ഒരു മഹാന് ലോകത്ത് ആരാണ്? അവരെ ഇത്തിബാഅ് ചെയ്യണം. ഫീ ഹാലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥകൾ പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഭക്ഷണം കഴിക്കുന്നതൊരവസ്ഥയാണ്. ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിൽ ഒരു മുഅ്മിൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആര് ഭക്ഷണം കഴിച്ചതുപോലെ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചതുപോലെ ഒരു ബിസ്മിയും ഹംദും മാത്രം മതിയോ? പോരാ. ആ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് വൃത്തിയാകണം. അതെ, അതിന്റെ ചുറ്റുഭാഗവും വൃത്തിയുണ്ടാകണം. കഴിച്ചു തുടങ്ങേണ്ടതിനൊരു ഭാഗമുണ്ട്. കഴിച്ചു കഴിഞ്ഞാലോ അവന്റെ വിരലിലുള്ള വസ്തുക്കൾ മുഴുവനും അവന്റെ നാവ് കൊണ്ട് വടിച്ച് വൃത്തിയാക്കണം. വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ വലത്തെ കൈ കൊണ്ട് തന്നെ ഗ്ലാസ് പിടിച്ചുകൊണ്ട് വെള്ളം കുടിക്കണം. കുടിക്കേണ്ടതും വലത്തെ കൈ കൊണ്ടാണ്, ഭുജിക്കേണ്ടതും വലത്തെ കൈ കൊണ്ടാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വല്ലതും താഴെ വീണാലോ അസ്പൃശ്യതയില്ലെങ്കിൽ അതെടുത്ത് ഭക്ഷിക്കേണ്ടതാണ്, അല്ലെങ്കിലോ അത് കഴുകിയിട്ട് ഭക്ഷിക്കേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റില് മറ്റുള്ളവർക്ക് വെറുപ്പാകുന്ന രൂപത്തില് കുഴച്ചിട്ടുകൊണ്ട് ബാക്കിയിട്ടുകൊണ്ട് ഉപയോഗശൂന്യമാകുന്ന രൂപത്തിൽ ഭക്ഷ്യവസ്തുക്കളെ ബാക്കി വെക്കരുത്. നല്ല വൃത്തിയും വെടുപ്പും കാത്തു സൂക്ഷിക്കണം. ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ പാലിക്കേണ്ട ആദാബുകൾ മുഴുവനും പാലിക്കണം. കൂട്ടത്തിലാണോ ഭക്ഷണം കഴിക്കുന്നത്, കൂടെയുള്ളവർക്ക് തികയുന്ന രൂപത്തിൽ മാത്രമേ തന്റെ പ്ലേറ്റിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ വാരിയെടുക്കാവൂ. കയ്യോക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലക്ക്, സ്പീഡിൽ കഴിക്കുന്ന ആൾ ഇഷ്ടം പോലെ കഴിക്കുന്ന ആൾ എന്നുള്ള നിലക്ക് ഒന്നാകെ വാരി വലിച്ചിട്ടിട്ട് ബാക്കിയുള്ളവർ മുഖത്തേക്ക് തുറിച്ചു നോക്കുന്ന രൂപഭാവം ഉണ്ടാക്കരുത്. അവർക്കും തികയണം. വലത്തിരിക്കുന്ന ആൾക്കും മതിയാകണം, ഇടത്തിരിക്കുന്ന ആൾക്കും മതിയാകണം. ആ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടാൽ തന്നെ നിന്നിൽ നിന്ന് വായിക്കണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുധാവനം. ചാരിക്കിടക്കുന്ന കസേരയിൽ ചാരിയിരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കരുത്. അള്ളാഹുവിന്റെ ഹബീബിനത് വെറുപ്പാണ്. ചാരി കസേരയിൽ ചാരിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം കഴിക്കുന്നവന്റെ ഇരുത്തം വളരെ വിനയപൂർണമാകണം. ഭക്ഷണം കഴിക്കുന്നവന്റെ ശൈലിയും വളരെ പൂർണ്ണമാകണം. ഭക്ഷണം വാരിയെടുത്ത് കഴിക്കുന്ന മനുഷ്യൻ അവന്റെ കൈയിന്റെ ഉള്ളറ ഭാഗത്തേക്ക് ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങളൊന്നും ആക്കാതെ വിരലിന്റെ ഉള്ളിലായിട്ട് പിടുത്തത്തിലൊഴുക്കണം. കടിയുമോ 3 വിരല് കൊണ്ട് പതുക്കെ നീ വാരിയെടുത്ത് അല്പാൽപ്പം കഴിക്കണം. നിന്നെ കൊണ്ട് കഴിയുന്നില്ല
തികയുന്നില്ലെങ്കിൽ 5 വിരൽ കൊണ്ട് എടുക്കുന്ന പിടുത്തം ചെറുതാകണം. വലിയ പിടുത്തം പിടിച്ചിട്ട് ഉരുട്ടിയിട്ട് കൈ മൊത്തം ആക്കുന്ന ഒരു സ്വഭാവല്ലേ ചില ആളുകള്. ആ ശൈലി ശരിയല്ല. എല്ലാ ആദാബുകളും പാലിച്ചു കൊണ്ടാകണം നിന്റെ ഭക്ഷണത്തിന്റെ ശൈലി. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരാള് വന്നിട്ട് നിന്നോട് സലാം പറഞ്ഞാലോ, നിന്റെ വായില് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളോ മറ്റോ ഇല്ലെങ്കിൽ, നീ ശരിയായ നിലക്ക് വായ ഫ്രീ ആണെങ്കിൽ സലാം മടക്കുന്നതിന് തകരാറൊന്നുമില്ല. ആ ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല എന്ന് ചിലര് പറയുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പഠിപ്പിച്ച അദബില് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വിരോധമില്ല. പിന്നെയോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന നീ, നിന്റെ ഭാര്യയുണ്ടാക്കിയ ഭക്ഷണമാണെങ്കിലും മക്കളുണ്ടാക്കിയ ഭക്ഷണമാണെങ്കിലും പെങ്ങന്മാരുണ്ടാക്കിയ ഭക്ഷണമാണെങ്കിലും ആ ഭക്ഷണത്തെ നീ മദ്ഹ് ചെയ്യണം. അത് സുന്നത്തായ അമലാണ്. കുറ്റം പറയാൻ എല്ലാവർക്കും 100 നാവാണ്, മദ്ഹ് പറയാൻ ആർക്കും നാവില്ല. ചെറിയൊരു ഭക്ഷണത്തെ പോലും പ്രശംസിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ഭക്ഷണത്തെയും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഇന്ത്യ ഭരിച്ച മുമ്പത്തെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. സംഭവം പറഞ്ഞാൽ മതി, ആളെ പേരൊന്നും പറയണ്ട, വലിയ ബുദ്ധിമുട്ടോ. ആ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോ കേരളത്തിലൊരു സ്ഥലത്ത് വെച്ച് ഉച്ചഭക്ഷണം ഒരുക്കി. ഭക്ഷണത്തിൽ 2 സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത ആൾക്കാർ ആ ഡ്യൂട്ടിയിൽ നിന്ന് പുറത്താക്കി. ബാക്കിയെല്ലാം ഉണ്ട്, 2 എണ്ണത്തിന്റെ കുറവുണ്ട്. ഒരു തൈരും പിന്നെന്തോ ഒരു പുളി സാമ്പാർ എന്തോ ഒരു സാധനം ഇല്ലാതായി പോയി. ബാക്കിയെല്ലാം ഉണ്ട്. സുബ്ഹാനല്ലാഹ്, 10-25 കൂട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരൊറ്റ ഭക്ഷണം